ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ചൂരമീൻ കറിയാണ്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചൂരമീൻ ഒരു 100 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്, അത്രയുണ്ട്. പിന്നെ മുരിങ്ങയ്ക്ക 2 മുരിങ്ങയ്ക്ക ഇട്ടിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഇവിടെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി, പച്ചമുളക്. അടുത്ത് കുടംപുളി ഞാൻ പിഴിഞ്ഞാണ് ഒഴിക്കുന്നത്, അതുകൊണ്ട് അത് ആവശ്യത്തിന് കുറച്ച് മതി. ഒരു കയ്യര അളവിന്, ഒരു ചെറിയൊരു നെല്ലിക്ക വണ്ണത്തിന്. പിന്നെ തേങ്ങ, ഉള്ളി. ഈ തേങ്ങയും ഉള്ളിയും എടുത്ത് 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2.5 സ്പൂൺ മുളക് പൊടി. അതാണ് ഞാൻ എടുക്കുന്നത് ചൂരമീൻ വയ്ക്കാൻ. അത് രണ്ടും കൂടെ മിക്സാക്കി വറക്കണം. ഒന്ന് ചൂടാക്കി നല്ലൊരു ഇതായിട്ട് വരും, ബ്രൗൺ കളർ ഈ പരുവത്തിൽ വരുമ്പോഴത്തേക്ക് എടുത്ത് അതിന്ന് ഞാൻ ഇത്ര അളവാണ് ഇടുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു മൊത്തത്തിൽ 1.5 സ്പൂൺ 2.5 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും. ഞാനിതിനെ ഒന്ന് അടിച്ചിട്ട് തക്കാളി, മുരിങ്ങയ്ക്ക, മുളക്, അരിഞ്ഞു വെച്ച മുളക് എല്ലാം അരച്ച് വെച്ചതാണ്. ചെറിയ ജാറായതുകൊണ്ട് അരയ്ക്കുമ്പോഴാണ് മഞ്ഞപ്പൊടി സാധാരണ ഇടുന്നത്. ശകലം അരച്ച് മഞ്ഞപ്പൊടി എല്ലാം കൂടെ ഇരവി ടീസ്പൂൺ ഉപ്പിടും. കറിവേപ്പിലയും കൂടെ മതി. അങ്ങനെ ചൂരമീന് അടുപ്പത്താക്കി ഇനി നന്നായിട്ട് വെട്ടിത്തിളച്ച് ഒന്ന് വറ്റണം. നമ്മുടെ ചൂരമീൻ കറി തയ്യാറ്. ഫിനിഷിംഗ് പോയിന്റിലെത്തി.